SFIയുടെ കൊടി. ഇതിന് താഴെ എപ്പോഴും ഞങ്ങളുണ്ടാകും. ഈ കൊടികളൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ മരങ്ങളും ഇവിടെ ഉണ്ടാകും. ഈ കോളേജും ഇവിടെ തന്നെ ഉണ്ടാവും. ഇൻക്വിലാബ്! 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 ഇനി വിവാദങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യലായി തന്നിരിക്കുന്നു. ചേച്ചിക്ക് ഈ വരികള് ഇപ്പോഴും ഓർമ്മയുണ്ടോ? മറന്നുപോയ വരികൾക്കല്ലേ മാളു ഓർമ്മയുടെ ആവശ്യമുള്ളൂ. അവരെന്ന് കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടോ? ഇല്ല, പ്രിൻസിപ്പൽ കുട്ടികളുടെ കൂടെ കൂടി എല്ലാം ഒതുക്കി. പക്ഷേ ചില ചെറിയ ജയങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തും. അത് നമ്മൾ കാണില്ല. തിളക്കണ കഞ്ഞി കട്ട് 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 ക്യാരറ്റ് കഞ്ഞി തിളക്കണ കണ്ടില്ലേ പാത്രമടക്കടി സിന്ധു. ജയിച്ചേ പറ്റൂ. അല്ല ഇവന് നമ്മൾ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല അതിനിപ്പം നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ ഉള്ള സമയം ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്യും. ഇനി സ്റ്റേജ് പൊളിച്ചിട്ടാണേലും നമ്മൾ കപ്പും കൊണ്ടേ പോരും. ഉറപ്പായി. എടാ മൈമിന്റെ മാഷില്ലേ ഐറ്റം കയറുന്നതിന് മുമ്പ് കാശ് വേണമെന്നാ പറയണേ. എന്റെ പൊന്നേ, നിന്റെ കൈവയ്ക്കാനല്ല കലം മറിച്ചിട്ട് ചവിട്ടും ഞാൻ. നാളത്തേക്ക് നോക്കാം. അയലോട്ട് പോയി പ്രാക്ടീസ് എടുത്തിക്കാൻ പറ. കാശില്ല 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 കാശില്ല. തിളച്ചു കഴിയുമ്പോ തീ കുറച്ചോ. തട്ടി മറിക്കരുത്. പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേ വിശന്നിട്ട് കണ്ണു കാണില്ല. എടാ തിരുവാതിരയുടെ കാര്യോ? സെറ്റുമുണ്ടല്ലേ, അത് സിന്ധുമ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പൊള്ളുന്ന നോവിനാലുള്ളം കരിയുന്നു പെരിയോനെ, നിന്നിൽ ഞാൻ ശുക്രുതുന്നു. കനവിൻ തുള്ളിക്കായി ഞാൻ എന്നും കൈനീട്ടുന്നു. ഇവിടെ ഉണ്ട്. എല്ലാം പടയത്തുള്ള ഹല്ല കൂടയോനെ എല്ലാവർക്കും. താനിപ്പോ മലയാളം മാത്രമേ ഉള്ളൂ? ഇംഗ്ലീഷ് കവിത കൂടി നോക്കായിരുന്നു. എവിടേക്കാണ് മാരകായുധങ്ങളൊക്കെ ആയിട്ട്? ഹിന്ദി നാടകം. ചെല്ല് ചെല്ല്. എടോ മലയാളം രാവിലെ കേട്ടോ. എന്നാ ഞാൻ ഹോസ്റ്റലിലേക്ക് പോട്ടെ. പ്രിയ പ്രാക്ടീസിലാ. ചെല്ല്. ശരി. അവിടെ വല്ലാത്ത ഇരുട്ട്. ഇതാ സുനിലിന്റെ കൊടുത്തേക്ക്. ശരി. പോവാം. ഈ ഡീസോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കോളേജിലൊരു ഉത്സവം. ഇതൊക്കെ കാണുമ്പോ വടക്കാഞ്ചേരി പോയതാ ഓർമ്മ വരുന്നത്. അവിടെ എന്താ? ഉത്രാളിക്കാവ് പൂരം കേട്ടിട്ടില്ല? എല്ലായിടത്തും ആഘോഷം. അച്ഛൻ എന്നെയും കൊണ്ട് പോകാറുണ്ടായിരുന്നു. അച്ഛൻ എന്നെ ആശ്രമത്തിലാക്കി പോയതാ. കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോ ഇടയ്ക്കിങ് വരും. അപ്പോ ആശ്രമത്തിൽ? അതെ, പക്ഷെ അവിടെയും വീട് പോലെയൊക്കെ തന്നെയാ. കുറെ ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും. അതുകൊള്ളാലോ. എന്നിട്ട് കുറെ ഉണ്ട് പറയാൻ. എല്ലാം തന്നെ പറയണം? അത് ശരിയാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പറയാനൊന്നുമില്ലാതായാലോ. അതുകൊണ്ട് ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ ജീവിതകാലം മുഴുവൻ പറയാലോ. എന്നാ അങ്ങനെ അവിടെ. അപ്പൊ ശരി. അതെ, എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മണ്ടത്തരാവോന്നൊരു സംശയം. താനല്ലേ, ചോദിക്കേ. ശരിക്കും ഈ ഡീസോണിൽ ഫസ്റ്റ് കിട്ടിയ ക്രേസ് മാർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇത്രയും വാശി പിടിച്ച് ആ കപ്പ് എടുക്കാൻ നോക്കുന്നത്? എടോ, ഇവിടെ വരുന്ന കുട്ടികളുടെ സാഹചര്യമൊക്കെ തനിക്കറിയാലോ. പലരും വീട്ടിലെ പ്രാരാബ്ദമൊക്കെ കാരണം എല്ലായിടത്തും തോറ്റുപോയവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്
പരിശ്രമിച്ച ജയിക്കാൻ പറ്റുന്നവരറിയണം. അതിന്റെ സുഖം എന്താണെന്നും അവരറിയണം. എന്നാ ഞാൻ പോട്ടെ. സഖാവേ, ഓൾ ദി ബെസ്റ്റ്.